Hi everyone, this is Rensi from Grow Malayalam channel. ഈ ഒരു ഫോട്ടോയെ കാണുന്ന വ്യക്തി ആരാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? മിഡിൽ ഈസ്റ്റ് റീറ്റെയിൽ കിങ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ മാൾ സ്വന്തമായിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്ത് വരുന്നത് $7.1 ബില്യൺ ആണ്. അതുപോലെ തന്നെ സമ്പന്നനായ മലയാളിയാണ് ഇദ്ദേഹം. അത് മാത്രമല്ല കേട്ടോ, ഇദ്ദേഹത്തിന് ഒരുപാട് വലിയ പദവികളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പത്മശ്രീ, അതുപോലെ തന്നെ UAE ടോപ്പ് സിവിലിയൻ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് പവർഫുൾ കണക്ഷനുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ വരുന്നവരാണ് UAE പ്രസിഡന്റ്, അതുപോലെ തന്നെ അബുദാബിയിലെ കിരീടാവകാശി, ഗ്ലോബൽ ലീഡേഴ്സിനൊക്കെ ആയിട്ട് ഇദ്ദേഹം മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നതാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, അതുപോലെ തന്നെ ചാൾസ് മൂന്നാമനായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ലാസ്റ്റ്ലി ഇദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയാണ്. ഇപ്പോൾ COVID-19 പാൻഡമിക്കിൻ്റെ സമയത്ത് ഇദ്ദേഹം $6.8 മില്യൺ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ 1400 ബെഡുകളുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ പണിത് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആരാണ് ഈ വ്യക്തി? ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിൻ്റെ ഓണർ യൂസഫ് അലി മുസ്ലിം വീട്ടിൽ അബ്ദുൽ ഖാദർ, അപ്പോൾ MA യൂസഫ് അലി എന്നും അറിയപ്പെടും. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വ്യക്തി ആരാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ആദ്യമേ മനസ്സിലായതാവും അല്ലേ? പക്ഷേ ഇവിടുത്തെ ചോദ്യം ഇതാണ്, ആരാണ് യൂസഫ് അലി? അപ്പോൾ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചൊരു വ്യക്തിയാണ് യൂസഫ് അലി. പക്ഷേ എങ്ങനെയാണ് ഈ സാധാരണക്കാരനായ കുട്ടി ഇത്രയും വലിയൊരു അറിയപ്പെടുന്ന റീറ്റെയിൽ കിങ്ങായി മാറിയത്? അപ്പോൾ വെറും സാധാരണക്കാരിൽ നിന്ന് മൾട്ടി ബില്യൺ ഡോളർ കിങ് ആയിട്ട് വളർന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. സോ നമുക്ക് നോക്കാം. ബട്ട് അതിനു മുമ്പ് നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. യൂസഫ് അലി 1955 കേരളത്തിലെ ചെറിയൊരു ഗ്രാമമായ നാട്ടികയിലാണ് ജനിച്ചത്. അപ്പോൾ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് വളർന്നതൊക്കെ. അപ്പോൾ കാരണച്ചിറിയിലെ സെൻറ്റ് സേവിയേഴ്സ് ഹൈസ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് എഡ്യൂക്കേഷനൊക്കെ പ്രധാനപ്പെട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാമോ, യൂസഫ് അലിക്ക് ആദ്യം ഒരു വക്കീലാവണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ കുട്ടിയായി യൂസഫ് അലി അഹമ്മദാബാദിലേക്ക് പോവാണ്, അവിടെ അച്ഛൻ്റെ പലചരക്ക് കടയിൽ ഒരു സഹായമായിട്ട്. അപ്പോൾ അവിടെ കുട്ടിയായി യൂസഫ് അലി പണിയെടുക്കുന്നതിൻ്റെ ഒപ്പം ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തു. സോ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിസിനസ് ജേർണിയിലെ ആദ്യത്തെ സ്റ്റെപ്പ്. അങ്ങനെ 1973 അദ്ദേഹം 18 വയസ്സുള്ളപ്പം മിഡിൽ ഈസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് യൂസഫ് അലി തീരുമാനിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ദുബായിൽ ഫാമിലി കണക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു അവിടെ ഒരു പലചരക്ക് കട നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ 1973 ഡിസംബർ 26 അദ്ദേഹം ദുബായിലേക്കുള്ള യാത്ര തിരിച്ചു. ഷിപ്പിലാണ് പോകുന്നത്. 5 ദിവസത്തെ യാത്രയാണ്. അപ്പോൾ ഈ യാത്ര ചലഞ്ചിങ് ആയിരുന്നു, എന്നാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പുതിയൊരു ചാപ്റ്റർ ആയിരുന്നു ഇത്. അങ്ങനെ ഡിസംബർ 31 ദുബായിലെത്തി. ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ദുബായ് ഒന്നല്ല അന്നത്തെ ദുബായ്. അപ്പോൾ അധികം ഡെവലപ്ഡ് അല്ലാത്തൊരു രാജ്യം, കാലാവസ്ഥയാണെങ്കിൽ മോശം, അങ്ങനെ ഒരു സാഹചര്യമാണ്. അങ്ങനെ യൂസഫ് അലി അബുദാബിയിലെ EMK ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. ഇത് അദ്ദേഹത്തിൻ്റെ അമ്മാവനായ MK അബ്ദുള്ളയുടെ ആയിരുന്നു. കൊച്ചാപ്പൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അപ്പോൾ ഫാമിലിയുടെ ഈ ഒരു ഗ്രോസറി ബിസിനസ്സിൽ കയറിക്കൊണ്ട് ബിസിനസ്സിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ നേടണമെന്ന് തോന്നുന്നത്. സോ അദ്ദേഹം എന്താണ് ചെയ്തത് എന്നുള്ളത് നമുക്കിനി നോക്കാം. അപ്പോൾ അബുദാബിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് യൂസഫ് അലി തുടങ്ങി. അപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഒരുപാട് ഫോറിനേഴ്സ്, എസ്പെഷ്യലി യൂറോപ്പ്, അതുപോലെ തന്നെ അമേരിക്കയിലുള്ളവരൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വന്നിട്ടുള്ളവർക്ക് പുതിയ ആളുകൾക്കൊക്കെ ഫുഡ് അതുപോലെ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അബുദാബിയിൽ ഇതൊക്കെ കണ്ടെത്തുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സിറ്റിയിലൊക്കെ പോകണം, അവരുടെ വീക്കിലി അതുപോലെ തന്നെ മന്ത്ലി ഗ്രോസറി ഒക്കെ വാങ്ങാനായിട്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് അവസരമായിട്ട് യൂസഫ് അലി കണ്ടു. അപ്പോൾ യൂസഫ് അലി ലോക്കൽ മാർക്കറ്റിൽ നിന്ന് പ്രൊഡക്റ്റുകളൊക്കെ സോഴ്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ലോറിയിൽ ഇതൊക്കെ ലോഡ് ചെയ്തിട്ട് അബുദാബിയുടെ ഔട്ട്സ്കേർട്സിൽ കൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് ഇവിടുന്ന് അദ്ദേഹം ഡയറക്റ്റ്ലി ഫോറിനേഴ്സിന് വിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു ഐഡിയ നല്ലപോലെ വർക്കൗട്ടായി. അപ്പോൾ യൂസഫ് അലിക്ക് വലിയൊരു വിജയമായിരുന്നു ഇത്. അപ്പോൾ ഇവിടുന്ന് അദ്ദേഹം ഒരു പാഠം പഠിച്ചു. അതായത് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തേക്ക് വരട്ടെ എന്ന് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി പാടില്ല, അതിന് പകരം നമ്മൾ അങ്ങോട്ട് ചെല്ലണമെന്ന്. ഇത് ചെറുതാണെങ്കിലും ഇതൊരു പവർഫുൾ സ്ട്രാറ്റജി തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചതിന് ശേഷം അദ്ദേഹം പുതിയ അവസരങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ലാസ്റ്റിൽ അദ്ദേഹത്തിന് വലിയൊരു അവസരം ലഭിക്കുകയാണ്. എന്താണ് അവസരം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ യൂസഫ് അലി ഗ്രോസറി സ്റ്റോറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് സ്ഥിരമായിട്ട് പഠിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, അതായത് FMCG, അതുപോലെ തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സിനെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ബിസിനസ് വളർന്നപ്പം ലോക്കൽ സോഴ്സിങ് മതിയാവാതെ വന്നു. അപ്പോൾ ലോജിസ്റ്റിക്കൽ ഇഷ്യൂ, ക്വാളിറ്റി കൺസ്ട്രെയിൻസ്, അതുപോലെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് നിന്ന് പ്രൊഡക്ട്സ് വാങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് കുറയ്ക്കുന്നുണ്ടെന്ന്. സോ വരുമാനം കൂട്ടാനായിട്ട് ഒരു ബുദ്ധിപരമായിട്ടുള്ളൊരു ഐഡിയയിലേക്ക് വന്നു. എന്തായിരുന്നു അത്? ഡയറക്റ്റ്ലി മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുക. അപ്പോൾ ഇതുവഴി അദ്ദേഹത്തിന് ഓസ്ട്രേലിയ, ഹോങ്കോങ്, ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ അവസരങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കാരണമാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ നിന്ന് സൂപ്പർ മാർക്കറ്റ് എന്നൊരു കോൺസെപ്റ്റ് അദ്ദേഹത്തിന് മനസ്സിലായി.
അപ്പോൾ ഡെവലപ്ഡ് ആയ രാജ്യങ്ങളിലൊക്കെ സൂപ്പർ മാർക്കറ്റ് വലിയ പോപ്പുലാരിറ്റി നേടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. അപ്പോൾ ഇവിടുന്ന് അദ്ദേഹം വേറൊരു പാഠം കൂടി പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ലോക്കൽ മാർക്കറ്റ് കണ്ടീഷനിലേക്ക് സ്റ്റക്ക് ആവാൻ വേണ്ടി പാടില്ല. ചിലപ്പോൾ ഒക്കെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നമ്മൾ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം. അപ്പോൾ ആ ഒരു കാലത്ത് യു എയിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് ഇപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്കയിൽ നിന്നൊക്കെ. കാരണം ഗൾഫിൽ നല്ല എമൗണ്ടിൽ ഓയിൽ പ്രൊഡക്ഷനൊക്കെ ഉള്ള സമയമായിരുന്നു അത്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെയായിരുന്നു ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത്. സോ ഈ ആളുകൾക്കൊക്കെ സൂപ്പർ മാർക്കറ്റിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് യൂസഫ് അലി മനസ്സിലാക്കി. സോ ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അദ്ദേഹം മിഡിൽ ഈസ്റ്റിലെ ബ്രിട്ടീഷ് ബാങ്കിൽ നിന്ന് 25,000 ദിർഹംസ് ലോൺ എടുത്തു. അങ്ങനെ 1995 അദ്ദേഹം അബുദാബിയിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ലുലു എന്ന് പേരിട്ടു. അപ്പോൾ ലുലുവിൻ്റെ മീനിങ് പേൾ എന്നായിരുന്നു. അപ്പോൾ ഈ ഒരു പേൾ പ്രധാനപ്പെട്ട ഒരു പേര് തന്നെയായിരുന്നു. കാരണം ദുബായ് ഒരിക്കൽ പേൾ ഹണ്ടിങ്ങിനായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നെയാണ് അവിടുത്തെ ഇക്കോണമി ഓയിൽ അതുപോലെ റീറ്റെയിലേക്ക് മാറുന്നത്. 90കളുടെ തുടക്കത്തിലൊക്കെ ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ മോശമായിട്ടുള്ള സമയമായിരുന്നു, സെക്കൻഡ് ഗൾഫ് വാർ കാരണം. അപ്പോൾ പല NRIകളും അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു മടങ്ങുമായിരുന്നു ഈ ഒരു സമയങ്ങളിൽ. പക്ഷേ യൂസഫ് അലി മറ്റുള്ളവരെ പോലെ മടങ്ങി പോകുന്നതിന് പകരം ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാനാണ് തീരുമാനിച്ചത്. അപ്പോൾ ഇത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള സമയത്ത് പോലും അദ്ദേഹം വിശ്വാസത്തോടെ അബുദാബിയിൽ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് തുറക്കാനുള്ള കരുത്ത് കാണിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ രാജ്യത്തോട് വിശ്വാസം ഉണ്ടെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വാക്ക് UAE പ്രസിഡന്റ് ഷാഹിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇതുവഴി യൂസഫ് അലിക്ക് രാജകുടുംബമായിട്ട് ഒരു പേഴ്സണൽ ബോണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ഈ ഒരു സമയത്ത് UAE റീറ്റെയിൽ സെക്ടറൊക്കെ മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ചെറിയ സ്റ്റോറുകളൊക്കെ വലിയ സൂപ്പർ മാർക്കറ്റിലേക്ക് റീപ്ലേസ് ചെയ്യപ്പെട്ടു. അപ്പോൾ അബുദാബിയിൽ ഈ ഒരു മാറ്റം വന്ന് യൂസഫ് അലി കാരണമായിരുന്നു. അപ്പോൾ അദ്ദേഹം ലുലു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങി. അങ്ങനെ 2000 ആയപ്പോഴേക്കും ലുലു ഹൈപ്പർ മാർക്കറ്റ് അവരുടെ ആദ്യത്തെ സ്റ്റോർ ദുബായിൽ തുടങ്ങി. അപ്പോൾ ഇതൊരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. അപ്പോൾ ലുലു 200-ലധികം നാഷണാലിറ്റീസിനെ സെർവ് ചെയ്യാനാണ് ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പം ഇതിനായിട്ട് അവർ മൾട്ടി ക്യുസൈൻ ഫുഡ് കൗണ്ടേഴ്സ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഗ്ലോബലി പ്രൊഡക്ട്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ ലുലുവിൻ്റെ ടാഗ് ലൈൻ ഇങ്ങനെയായിരുന്നു, ലുലു വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്. അപ്പോൾ ലുലു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽസ് ഒക്കെ ആഘോഷിക്കാൻ വേണ്ടി തുടങ്ങി. അതുപോലെ തന്നെ ഓഫേഴ്സ് ഒക്കെ നൽകാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഗ്രോസറി ഷോപ്പിങ്ങിൽ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുവന്നു. സോ ഈ ഒരു അപ്രോച്ച് വഴി ലുലു പല കമ്മ്യൂണിറ്റീസായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി അവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം പോലും ലുലു ക്ലോസ്ഡ് അല്ല, എക്സെപ്റ്റ് പാൻഡമിക്കിന്റെ സമയത്ത് മാത്രമേ അവർ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ ഒപ്പം തന്നെ ഒരു ആംബിഷ്യസ് എക്സ്പാൻഷൻ സ്ട്രാറ്റജി അവർ ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് തന്നെ UAE, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ, ബഹ്റൈൻ, ഒമാൻ അതുപോലെ യമനിൽ മൾട്ടിപ്പിൾ ഔട്ട്ലെറ്റ്സ് ഉള്ള ഒരു ചെയിനായിട്ട് അവരെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ 2006 യൂസഫ് അലിയുടെ ബിസിനസ് ജേർണി ഇന്ത്യയിൽ പുതിയൊരു ചാപ്റ്ററിലേക്ക് കയറി. അപ്പോൾ കേരളത്തിൽ തൃശ്ശൂരിൽ അവർ കൺവെൻഷൻ സെൻറ്റർ അതുപോലെ ഹോട്ടൽ തുടങ്ങി. അപ്പോൾ ഈ ഒരു വെഞ്ചറിന് അവർ പേരിട്ടത് ലുലു കൺവെൻഷൻ സെൻറ്റർ എന്നാണ്. അങ്ങനെ സ്വന്തം നാട്ടിൽ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടക്കം കുറിച്ചു. അടുത്തത് 2013 കൊച്ചിയിൽ ലുലു ഗ്രൂപ്പിൻ്റെ ആദ്യത്തെ മാള് തുറന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തിൽ തന്നെ ഏറ്റവും വലിയ മാളായിരുന്നു ഇത്. അപ്പോൾ ഇവിടം കൊണ്ടും അദ്ദേഹം നിർത്തിയില്ല, ബാംഗ്ലൂരും ലക്നൌവും അദ്ദേഹം മാളുകൾ തുടങ്ങി. അങ്ങനെ ഇന്ത്യൻ റീറ്റെയിൽ മാർക്കറ്റിൽ ലുലു ഗ്രൂപ്പിന്റെ പ്രസൻസ് എക്സ്പാൻഡ് ചെയ്തു. 2018 ഫെബ്രുവരിയിൽ ലക്നൌവിൽ മാള് ലോഞ്ച് ചെയ്ത അന്ന് പ്രൈം മിനിസ്റ്റർ മോദി ലുലു ഇന്ത്യ പ്രൊജക്ട് ലോഞ്ച് ചെയ്തു. അപ്പോൾ ഇതെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ $2 ബില്യൺ പ്ലാനാണ്. അപ്പോൾ $2 ബില്യൺ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ 14,000 കോടി ഇന്ത്യൻ രൂപയാണ്. അതായത് നമ്മുടെ രാജ്യത്തെ പല ഭാഗങ്ങളായിട്ട് റീറ്റെയിൽ സെൻറ്ററുകൾ തുറക്കാനുള്ള പ്ലാനാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഗ്രോത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. സോ ഇത്രയും തുക ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ലുലു ഗ്രൂപ്പിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ലുലു 11ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ബഹ്റൈനിൽ തുടങ്ങി, 15ാമത്തെ കുവൈറ്റിൽ, ലിസ്റ്റ് അങ്ങനെ പോകും. അപ്പോൾ കറൻ്റ്ലി 11,04,000 സ്ക്വയർ മീറ്ററിലധികം ടോട്ടൽ റീറ്റെയിൽ സ്പേസ് ആണുള്ളത്. അതുപോലെ തന്നെ 23 രാജ്യങ്ങളായിട്ട് 260 റീറ്റെയിൽ സ്റ്റോറുകളും. അപ്പോൾ ലോകമെമ്പാടുമുള്ള റീറ്റെയിൽ എക്സ്പീരിയൻസ് ലുലു ഗ്രൂപ്പ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് റീറ്റെയിൽ ചെയിനായ ലുലു ഹൈപ്പർ മാർക്കറ്റ് ക്വാളിറ്റി അതുപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സിമ്പിളായിട്ട് നിലകൊള്ളുന്നുണ്ട്. ഇവരുടെ ഓപ്പറേഷൻസ് പല രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നതാണ് UAE, ഒമാൻ, കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ, ഖത്തർ, ഈജിപ്ത്, ഏഷ്യയിലെ പല രാജ്യങ്ങൾ, UK, USA അതുപോലെ തന്നെ ഇന്ത്യയും. അപ്പോൾ ഇവരുടെ ആനുവൽ ടേൺ ഓവർ വരുന്നത് $8 ബില്യൺ ആണ്. അപ്പോൾ ഗ്ലോബലി വൺ ഓഫ് ദി ലീഡിംഗ് കോർപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് ഇവരെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലുലു ഗ്രൂപ്പിൻ്റെ ബിസിനസ് സെഗ്മെൻറ്റിൽ നിലവിൽ വരുന്ന ഹൈപ്പർ മാർക്കറ്റ്, ഷോപ്പിംഗ് മോൾസ്, ഇമ്പോർട്ട്, ഡിസ്ട്രിബ്യൂഷൻ, ട്രേഡിംഗ്, ഷിപ്പിംഗ്, ഇൻഫോർമേഷൻ ടെക്നോളജി, ട്രാവൽ ആൻഡ് ടൂറിസം അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ ലുലു ഗ്രൂപ്പ് 42 നാഷണാലിറ്റീസ് നിന്ന് 65,000-ലധികം എംപ്ലോയ്മെൻറ്റ് നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൽ 30,000-ലധികം ആളുകൾ ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പോൾ ഇന്ത്യനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ലുലു ഗ്രൂപ്പ് അടുത്ത 3 വർഷത്തിൽ പല പ്രൊജക്റ്റുകൾക്കായിട്ട് 10,000 കോടിയോളം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും.
അപ്പം ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, ലുലു ഗ്രൂപ്പ് നമ്മുടെ രാജ്യത്തിൽ ഓൾറെഡി 20,000 കോടിയിലധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ലുലു ഹൈപ്പർ മാർക്കറ്റ് റീസെന്റ് പുതിയ AI പവർഡ് കസ്റ്റമർ സർവീസ് അസിസ്റ്റന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സലീം എന്നാണ് പേര്. അപ്പോൾ അവർ ചില ലൊക്കേഷൻ ഒക്കെ വാട്സപ്പിൽ ആക്സസിബിൾ ആണിത്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഇപ്പോൾ പർച്ചേസ് റെസിപ്റ്റ് ലഭിക്കും, അവരുടെ ഓൺലൈൻ ഓർഡറുകളുടെ ഡെലിവറി ട്രാക്ക് ചെയ്യാം, പർച്ചേസ് റിലേറ്റഡ് കസ്റ്റമർ സപ്പോർട്ട് മെസ്സേജ്, സ്റ്റോറിൻ്റെ ഉള്ളിലുള്ള പ്രൊഡക്ട്സിൽ നിന്ന് അവർക്ക് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. സോ ഏകദേശം ഇന്നത്തെ വീഡിയോയുടെ അവസാനം നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ യൂസഫ് അലി വിശ്വസിച്ചിരുന്നത് ബിസിനസ് എന്ന് പറയുന്നത് പണമോ പ്രൊഡക്ട്സോ സർവീസോ ഒന്നുമല്ല, ഇറ്റ്സ് ഓൾ അബൌട്ട് പീപ്പിൾ. സോ ഈ ഒരു ഫിലോസഫി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ കാരണം. അപ്പോൾ ഇദ്ദേഹം ഒരു സെൽഫ് മെയ്ഡ് ബിസിനസ് മാനാണ്, ലോകത്തേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. ഇനി നിങ്ങളാണ് പറയേണ്ടത് യൂസഫ് അലിയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇൻസ്പയർഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇനിയിപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇൻസ്പയർ ചെയ്യുന്ന ആരെയാണ്, അടുത്ത ആരുടെ സ്റ്റോറി കേൾക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എല്ലാം നിങ്ങൾക്ക് കമൻസിൽ നമ്മളോട് പറയാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. സോ നല്ലൊരു കോണ്ടന്റ് ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.